തിരക്ക് വർദ്ധിച്ചതിനു പിന്നാലെ പമ്പയിൽ വീണ്ടും നിയന്ത്രണം. പമ്പയ്ക്കും ശബരിപീഠത്തിനും ഇടയിൽ 3 ഇടങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇന്ന് ഇതുവരെ 30,892 പേർ ദർശനം നടത്തി. ശബരിമല സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, പറയൂ വിവരങ്ങൾ. SKN ഇന്ന് രാവിലെ പരീക്ഷണാടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങളിൽ ഒരു ഇളവ് നൽകിയിരുന്നു. ഇത് സന്നിധാനത്തും വലിയ നടപ്പന്തൽ ഉൾപ്പെടെ വലിയ ഭക്തരുടെ നീണ്ട നിരക്ക് കാരണമായി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനമായിട്ടുള്ളത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടുത്ത നിയന്ത്രണങ്ങൾക്കൊടുവിൽ മാത്രമായിരിക്കും തീർത്ഥാടകരെ കടത്തിവിടുക. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ പമ്പയ്ക്കും ശബരിപീഠത്തിനും ഇടയിൽ 3 ഇടങ്ങളിൽ ഭക്തരെ നിയന്ത്രിക്കുന്നുണ്ട്. വടം വെച്ചാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. ഓരോ ഇടങ്ങളിലും 2000-ലധികം ഭക്തർ ഇപ്പോൾ ക്യൂ നിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇന്ന് രാവിലെ നീണ്ട നിര വലിയ രീതിയിൽ ഇല്ലായിരുന്നു. പക്ഷെ അത് സന്നിധാനം മുതൽ മരക്കൂട്ടം വരെയുള്ള ഭക്തരുടെ നീണ്ട നിരയായി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നിയന്ത്രണം കടുപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇതുവരെ 30,892 പേരാണ് ദർശനം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് 30,000 താഴെ മാത്രമായിരുന്നു. അതുകൊണ്ട് ഭക്തരുടെ ഇടയിലും വലിയ തിരക്ക് ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിയന്ത്രണം കടുപ്പിക്കുന്നത്. അതോടൊപ്പം നിലയ്ക്കലിലേക്കുള്ള വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിലയ്ക്കലിലേക്ക് കാര്യമായി വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ഇപ്പോൾ മല ചവിട്ടിയിട്ടുള്ള ആളുകൾ ഇവിടെ നിന്നും മലയിറങ്ങിയാൽ മാത്രമായിരിക്കും കൂടുതൽ ആളുകളെ പമ്പയിൽ നിന്നും കടത്തിവിടുക എന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അറിയിക്കുന്നത്. എന്താണെങ്കിലും പോലീസിന്റെ യോഗം അല്പസമയത്തിനുള്ളിൽ ഇവിടെ ചേരുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യം വരികയാണെങ്കിൽ ഏർപ്പെടുത്തുമെന്ന കാര്യങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. താങ്ക് യു രാഹുൽ. സുരേഷാണ് ശബരിമല സന്നിധാനത്ത് നമുക്കൊപ്പം ചേർന്നത്.